ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള കുറേ ഐറ്റങ്ങൾ ഉണ്ടാവും. അതിൽ കുറച്ച് സാധനം മാത്രമായിരിക്കും എക്സംപ്റ്റഡ് സപ്ലൈയിലേക്ക് മാറി, അതായത് നിൽ റേറ്റഡിലേക്ക് മാറിയിട്ടുണ്ടാവുക. ആ കേസിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ടാക്സ് റിവേഴ്സ് ചെയ്യണോ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ക്രെഡിറ്റ് ടു ദ എക്സ്റ്റെൻഡ് എത്രയാണോ നമ്മുടെ എക്സംപ്റ്റഡ് സപ്ലൈ അത് റിവേഴ്സ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗുഡ്സ് ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഗുഡ്സ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എക്സംപ്റ്റഡ് ആയി, പക്ഷേ വേറെ ഒരുപാട് ഗുഡ്സുകൾ ടാക്സബിൾ തന്നെയാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ കേസിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 21 സെപ്റ്റംബറിന് നമ്മളൊരു സ്റ്റോക്ക് എടുത്തതിന് ശേഷം എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ, കാരണം ഇനി നാളെ തൊട്ട് അതിനില്ല, അതിന് ടാക്സ് ഇല്ല, അപ്പോൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ITC നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഒരു വലിയ ഒരു ഹ്യൂജ് ഒരു തലവേദന ശരിക്ക് ബിസിനസ്സുകാർക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വോളിയം കണ്ടുപിടിച്ച് ഇത് റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൊവൈഡഡ് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഗുഡ്സും ചെയ്യുന്നുണ്ട്, ടാക്സബിളും നോൺ ടാക്സബിളും എല്ലാം ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ.